നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികൾ, എങ്ങനെ തമാശ ചിരിക്കാൻ കഴിക്കും? ഇന്ന് വൈറ്റ്ലയിൽ കുണ്ടന്നൂരിൽ 80 ലക്ഷം രൂപ എണ്ണിക്കൊണ്ടിരിക്കാതെ മുഖംമൂടി എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച് അതിൻ്റെ കടയിലെ ഓണറോ അല്ലെങ്കിൽ ജോലിക്കാരോ പിടിച്ച് ചോദ്യം ചെയ്താൽ ഉത്തരം കിട്ടും. കള്ളം കപ്പിൽ തന്നെയാണെന്ന് പറയാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ അത് പറയാൻ സമയം 8 മണിയായില്ലേ? 10 മിനിറ്റ് മുമ്പ് പോലീസിൻ്റെ റിപ്പോർട്ട് ആ സുബിനും അതിനുവേണ്ടി ഏജൻറ്റും ഒക്കെ ഒത്തുകളിയാതെ എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു ഫാഷായിട്ടുണ്ട്. കച്ചവടം നഷ്ടം വന്നാൽ, ബിസിനസ് പൊളിഞ്ഞാൽ വലിയ സംഖ്യക്ക് ഇൻഷുർ ചെയ്യാം. തീപിടുത്തത്തിനൊക്കെ എന്നിട്ട് കത്തിച്ച് കളഞ്ഞ് അത് കാശ് വാങ്ങിക്കുക, അതെല്ലാവരും പങ്കിട്ടെടുക്കുക. എന്തൊരു തീപിടുത്തുക! ഇപ്പം ഇങ്ങനെ നോക്കൂ, ഇൻഷുറൻസ് നിർത്തിയാൽ മാത്രമേ ഇനി തീപിടുത്തം കുറയുള്ളൂ. പല സ്ഥലങ്ങളിലും വലിയ പേരിട്ട് സാധനങ്ങളൊക്കെ കത്തിക്കുകയാണ്. അതായത് ഒരു വലിയ സ്ഥാപനം കത്തിച്ച് 7 നിലയിൽ നിന്ന് ഒരേ സമയത്ത് ഈയുടെ ബുദ്ധിയുള്ള ഫയർ സെക്ഷൻ ഉദ്യോഗസ്ഥന്മാർക്കും ഇൻഷുറൻസുകാർക്കൊക്കെ ഒരു കാര്യം ചിന്തിക്കാൻ പാടില്ലേ? ഒരു 7 നില ബിൽഡിങ്ങിൽ 7 നിലയിൽ ഒരുമിച്ച് തീ പിടിക്കും. തീ പിടിക്കുന്ന ഇത് ഒരു പോയിന്റിൽ പിടിക്കുള്ളൂ. തന്നെ പിടിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞൊരു ഡെവലപ്പ് ചെയ്ത് എല്ലാ സ്ഥലത്തും എത്തും. അപ്പം മണിക്കൂറിൽ പിടിക്കും. ഇത് ഒരേ സമയത്ത് 7 നില. എന്നിട്ട് അത് ഇൻഷുർ ചെയ്തവർക്ക് കോടികൾ കൊടുക്കുകയും ചെയ്തു. എല്ലാവരും പങ്കിട്ടെടുത്ത്, സെക്ഷൻ ഉദ്യോഗസ്ഥരും മറ്റെല്ലാവരും രാഷ്ട്രീയക്കാരും ഒക്കെ കൂടി പങ്കിട്ടെടുത്ത് 10-20 കോടി സർക്കാരിന് പോയി. സർക്കാർ പോയി, നമ്മുടെ പണം പോയി. ഇതൊക്കെ നോക്കണ്ടേ? ഇത് 80 ലക്ഷം രൂപ എണ്ണുന്ന കാര്യമൊക്കെ അറിയാതെ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിത് പറയാൻ അവസരം കിട്ടിയാകുമ്പോഴത്തേക്കും പോലീസ് വന്നു കഴിഞ്ഞ് ഇയാൾ എണ്ണുന്ന കാര്യം 80 ലക്ഷം കൊടുത്ത 1 കോടി വരാമെന്നൊക്കെ പറഞ്ഞ് ചെയ്തതിന് പേരിൽ തട്ടിപ്പാന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചപ്പോൾ അതൊക്കെ തട്ടിപ്പാണത്. അതോടെ നിൽക്കട്ടെ. അടുത്ത് മമ്മൂട്ടിയുടെ ഒക്കെ വണ്ടി ചെക്ക് ചെയ്യാം. എടോ മമ്മൂട്ടി സാഹിബേ, എടോ മോഹൻജി, എടോ സുരേഷ് ജി, 50 വയസ്സ് കഴിഞ്ഞില്ലേ നിങ്ങളൊക്കെ? പറയാൻ പറ്റുമോ? 50 വയസ്സ് കഴിഞ്ഞ പിന്നെ ഈ നടന ഭാവത്തിൽ മാറിയിട്ട് നിങ്ങൾ സിനിമ നിർമ്മിക്കാം, സിനിമ വിതരണം ചെയ്യാം, നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരാം. അത് അറ്റുമില്ലാണ്, മരിക്കോളം ചെയ്യാം. രാഷ്ട്രീയത്തിലൊക്കെ സിനിമ പിടിക്കുന്ന പഠിച്ചാലും കുഴപ്പമില്ല. ഈ നടനായിട്ട് നിങ്ങൾക്ക് മാറും. എൻ്റെ മമ്മൂട്ടി, ഞങ്ങൾക്ക് ക്യാൻസർ രോഗം വന്നുള്ള സത്യമല്ലേ? ഇതേവരെ അത് കാര്യം ഒരു മരുന്ന് കണ്ടുപിടിച്ചില്ല. റഷ്യയിൽ പിന്നെ എന്തോ ഒരു വാക്സിനേഷൻ കണ്ടുപിടിച്ചത് പറഞ്ഞാൽ ഒരു വിവരം പുറത്തു വരുന്നില്ല. നിങ്ങൾ ഒതുങ്ങി കഴിഞ്ഞുകൂടി ഉള്ള ഭക്ഷണം കഴിച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തും ഒക്കെ ജീവിക്കുക. എത്ര കാലം ഉണ്ടിനി? എന്നിട്ടും മരിക്കോളം സ്റ്റേജിൽ കിടന്ന് മരിക്കുക നിങ്ങൾക്ക് ആഗ്രഹിക്കും. ഇപ്പം ഞാനൊന്നും പറയില്ല. ചില നമ്മൾ ഇടവക്കാരൻ ബഷീർ, അദ്ദേഹം ഒരു ദളിത് യുവാവാണ്, എൻ്റെ സ്നേഹിതമാണ്. അദ്ദേഹം മതം മാറി പാട്ടുകാരനായി. അദ്ദേഹത്തെ നെയ്യത്ത് ചില അദ്ദേഹത്തെ ആഗ്രഹം വെച്ചാൽ പാടിക്കൊണ്ടിരിക്കുക, സ്റ്റേജിൽ വീണ് മരിക്കുക. അതുപോലെ നടന്നത്. 77 വയസ്സുണ്ട്. ഒരു മൂമ്പറാഫിൽ പാട്ട് പാടി വീണ് അവിടെ വെച്ച് മരിച്ചു. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഓക്കെ, ഞാനിപ്പിനൊന്നും പറയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കും. തന്നെയല്ല, ഇത്രയും കാലം നിങ്ങൾക്ക് അവസരം കിട്ടിയില്ലേ? അള്ളാഹു നമ്പത്ത് തന്നല്ലേ? 15 രൂപ പ്രതിൽ വാങ്ങിച്ച് നിങ്ങൾ അവസരം 150 കോടി രൂപ വാങ്ങിക്കാൻ തുടങ്ങിയില്ലേ? എന്നിട്ട് മതിയായില്ലേ ഇത്? എന്നിട്ട് മോന് ഇപ്പം ഈ കൂട്ട് കച്ചവടം ചെയ്യണം. എന്തിനാണ്? അന്തസ്സായിട്ട് വില കൊടുത്ത് കമ്പനി സാധനം വാങ്ങിക്കാൻ പാടില്ലേ? ഈ നാണക്കേടൊക്കെ ചെയ്യണോ? എടോ, ഈ ഇന്ത്യ ഭരിക്കുന്ന ആരെ നോക്കണം? നിങ്ങൾ വലത്തേക്ക് മുണ്ടെടുക്കല്ലേ? വലത്തേക്ക് മുണ്ടെടുത്തവരുത് മറക്കണം, ശ്രദ്ധിക്കണം. ഇന്ത്യ ആരാണ് ഭരിക്കുന്നത്? അത് വ്യക്തമാണ് നോക്കണം. ഗോയെ ചെരുപ്പിനെറിഞ്ഞ് ഷൂസ് എറിഞ്ഞ് അതിന് വേണ്ടി കർണാടകയിലെ ഏറ്റവും പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പൊ BJP നേതാവ് പറഞ്ഞോ, അയാൾ അഭിമാനം കൊള്ളാണ്. ആ മനുഷ്യൻ 77 വയസ്സായിട്ടുള്ള മനുഷ്യൻ ഞാൻ പിന്നെ പൊൻവളയെടുത്ത് കളിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ രീതി, സ്റ്റൈല്. രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതിയെ മാറ്റി നിർത്തി ഉദ്ഘാടിച്ച രാജ്യമാണ്. അയോധ്യയിലെ ക്ഷേത്രം ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ നമ്പൂരിമാരോ ചെയ്യുന്നതിന് പോലും പ്രധാനമന്ത്രി ഉദ്ഘാടിച്ചതാണ്. രാജ്യം അതാണോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. മമ്മൂട്ടി സാഹിബ്, നിങ്ങൾക്ക് വേണ്ടത്ര അവസരം കിട്ടിയില്ലേ? നിങ്ങൾക്ക് MP ആക്കാൻ പാടില്ലായിരുന്നോ? അല്ലെങ്കിൽ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നോ? അധികാരം പറ്റില്ലേ? MGR പോലും നിങ്ങളുടെ പ്രായത്തേക്ക് മുമ്പ് നിർത്തി. വേണ്ട അമിതാഭ് ബച്ചൻ നിർത്തി. പ്രേം നസീർ, പ്രേം നസീർ 63-ാമത്തെ വയസ്സ് മരിച്ചു. അയാൾ 50 വർഷമൊക്കെ ഇത് നിർത്തി, അഭിനയം നിർത്തി. നിങ്ങൾക്ക് ഇപ്പോഴും മരിക്കും. നിങ്ങൾ ആരാണ്? നിങ്ങളില്ലെങ്കിൽ ഇന്ത്യയിലെ ലോകം ഉണ്ടാവില്ല തോന്നലുണ്ടോ? ആരുമല്ല ഇവിടെ.
മാവയ്ക്ക് ശേഷം ആര്, നെഹ്റുവിന് ശേഷം ആര്, എല്ലാവരും വന്നില്ലേ. നിങ്ങൾക്ക് ശേഷം ഇവിടെ വരും, മോഹൻലാലിന് ശേഷം ആൾക്കാർ വരും, തലമുറ ഉണ്ടാവും. ഏത് വലിയ ഉന്നതരാണെങ്കിലും അങ്ങോട്ട് പോയാൽ മണ്ണടിച്ചു, ഏതാനും ദിവസങ്ങളുള്ള മണ്ണടിച്ചു പോവും, അല്ലെങ്കിൽ കത്തിച്ചാരായി പോവും. നിങ്ങൾക്ക് ധാരാളം. ഞാൻ മമ്മൂട്ടി മോഹൻലാലും ഇല്ലെങ്കിൽ ഞാൻ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രസിഡന്റാണ്. അത് ഇന്ത്യയിലെ ആദ്യത്തെ സംഘടന. എനിക്ക് ആധികാരികമായിട്ടേ പറയാൻ പറ്റൂ. നിങ്ങളില്ലെങ്കിൽ ലോകം ഉണ്ടാവില്ല എന്ന് തോന്നിട്ട് അത് വെറും തെറ്റിദ്ധാരണയാണ്, ഒന്നുമില്ല. ഇനി മമ്മൂട്ടി ഫാൻസ് ആയാലും മോഹൻലാൽ ഫാൻസ് ആയാലും സുരേഷ് ഫാൻസ് ആയാലും ഏത് ഫാൻസ് ആണെങ്കിലും ഫാൻസിനെയൊക്കെ അടക്കി ഒതുക്കി മര്യാദക്ക് വളർത്തിക്കൊണ്ടുവരും. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ പറയും 15-20 വാങ്ങിച്ച് നടന്മാരൊക്കെ ഇന്ന് വാങ്ങിക്കും 150 കോടി വരെയായി. എന്നിട്ട് മാർത്തില്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു സാധനം ആവശ്യപ്പെട്ട് അത് മാന്യമായ രീതിയിൽ ഈ പുട്ടുവെച്ചൊന്നും ചെയ്യാതെ നേരിട്ട് കമ്പനി വാങ്ങിക്കാൻ പാടില്ലേ. ഇത് അവിടുന്ന് മറിച്ച് ഇവിടുന്ന് മറിച്ച് ആ വണ്ടി മാറ്റി വാങ്ങിച്ച് എന്തിനാണ് കേട്ടത്. ഇന്ന് പിന്നെ വിമാനത്താവളം വന്നപ്പോൾ എടോ പിന്നെ ദുൽഖറെ നിങ്ങൾ ധൈര്യമായിട്ട് പത്രക്കാരോട് പറയണ്ടേ നിയമത്തെ വഴിക്ക് പോകും എന്നൊരു വാക്ക് പറയാൻ വേണ്ടി നിങ്ങൾ ഓടിച്ച് പേടി കാറ് കയറിയത്. ഇത്ര നിങ്ങൾക്കുള്ള ധൈര്യമുള്ളൂ. നിങ്ങൾ പത്രക്കാരെ ഫേസ് ചെയ്യണം. നിങ്ങൾ ഇന്ത്യയിൽ ഒരു അറിയപ്പെടുന്ന സിനിമാ താളില്ലേ, കോടീശ്വരന്മാരില്ലേ, ശരി ഇങ്ങനെ സംഭവമുണ്ട്, ഇങ്ങനത്തെ അല്ലെങ്കിൽ ഈട് വിളിച്ചിരിക്കുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് അറിയിക്കുക എന്നൊരു വാക്ക് പറയാൻ പാടില്ലേ. അത് പേടിച്ച് തന്നെ സെക്യൂരിറ്റിക്കാരെ കൊണ്ട് നേരെ കാറിൽ കയറി പോകാന്നല്ലോ. ഇതൊക്കെയാണ് അന്തസ്സും അഭിമാനവും. ബ്രിട്ടീഷുകാരെ തോക്കിന് മുമ്പിൽ വീരിമാറി കാണിച്ച ഭാരതീയരാണ് ഇന്ത്യക്കാരാണ് നമ്മൾ. അതിന്റെ പാരമ്പര്യം വേണ്ടത്. അല്ല ഒളിച്ച് ഓടും ഭീരുക്കളെ പോലെ ധൈര്യമായിട്ട് പത്രക്കാരെ ഫേസ് ചെയ്യണം. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഞാനൊരു വണ്ടി വാങ്ങിച്ചു, അതിൽ ചില ഡിസ്പ്യൂട്ട് ചെയ്ത് സംശയം വന്നു, അതിന് ഇ ഡി ഇപ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണ്, ഞാൻ വീട്ടിലേക്ക് പോവാണ്, എനിക്ക് വേറൊന്നും പറയാനില്ല, നിയമത്തെ വഴിക്ക് പോകും എന്നൊരു വാക്ക് പറഞ്ഞ പ്രശ്നം തോന്നില്ലേ? അതല്ലേ അന്തസ്സ് തന്നില്ല മമ്മൂട്ടി സാഹിബ്. ഇത്രയൊക്കെ ആയില്ലേ? ഇനി നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നത് ചോദിക്കുന്നത്? എന്നാ നിങ്ങൾക്ക് ഇനി വേണ്ടത്? വേണ്ട അവസരം നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തന്നു. നിങ്ങളെ പഴയ രൂപം ഇപ്പോഴത്തെ രൂപം പണവും പന്തവും ഒക്കെ അറിയാമല്ലോ, എവിടെ കിടന്നാണ് എങ്ങനെ വന്നതൊക്കെ. ഇതൊക്കെ നല്ല കാര്യം. 50 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ പറയും, ഇനിയിപ്പോൾ അതിൽ എല്ലാ നടന്മാരോടും പറയണം, 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ അഭ്യാസം നടക്കരുത്, അടുത്ത തലമുറ വരട്ടെ എന്ന്. ഇത് നസീറിനെ പുകഴ്ത്തിപ്പെടുന്നു. നസീർ വട്ടം കയറിയതെന്ന് പിന്നെ ഒരാൾക്ക് ആവശ്യമില്ല. എല്ലാ കോൾ ഷീറ്റും പുള്ളി കൊടുക്കും. 24 മണിക്കൂറും അഭിനയിച്ചു, കൈശയും വാങ്ങിച്ചു, കുറേയൊക്കെ ധർമ്മം കൊടുത്ത്, എന്നിട്ട് ഭക്ഷണം കഴിച്ച് ജീവിച്ചോ? പട്ടിണി കിടന്ന് ബിസ്ക്കറ്റും മുട്ട പാലും കഴിച്ച് അൾസറായി, ക്യാൻസറായി, പിന്നെ ഷുഗറായി മരിച്ചുപോയില്ലേ ആയുസെത്താതെ. ആർക്കും വേണ്ടി ഉണ്ടാക്കി? ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇപ്പൊ മമ്മൂട്ടി പോലും ബീഫൊക്കെ വെച്ചാൽ നക്കിയിട്ട് കളിയുള്ളൂ തന്നെ, കഴിക്കില്ല. ആർക്കു വേണ്ടി എന്തിങ്ങനെ കഷ്ടപ്പെടുന്നു? ശരീരത്തെ പോലും വെറുപ്പിച്ച്. ഒരു സങ്കടമുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും വിവേകവുമുള്ള നിങ്ങൾക്ക് ഇതുപോലെ പിന്നെ കാണിക്കുമ്പോഴേ അപ്പോൾ മറ്റ് ഇളം തലമുറ അല്ലെങ്കിൽ വലിയ പരിചയമില്ലാത്ത തലമുറ എന്ത് ചെയ്യണം? അപ്പോൾ മേലാൽ നിങ്ങൾ സിനിമയിലെ പിരിക്കൽ ഒരിടത്ത് നിങ്ങൾ ബിസിനസ് ചെയ്തോ, അല്ലെങ്കിൽ സിനിമ പിടിച്ചോ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വന്നോ, ഒരു കുഴപ്പമില്ല, അതൊക്കെ മരിക്കോളം ചെയ്യുന്ന കാര്യമാണ്. അവരെയൊന്നും മാറ്റിയത് വരും തലമുറക്ക് കിട്ടിട്ടെന്തി. വേണ്ടത്ര അവസരം കിട്ടി മന്ത്രിയായില്ല, MLA ആയില്ല, ഒരു MP-യിലാകാൻ പാടില്ല ഒരു മനുഷ്യൻ. ഓട്ടെ, അത് ശ്രദ്ധിക്കണം പറയാണ്, അല്ലെങ്കിൽ വലിയ അപകടമാണ്, തെറ്റിദ്ധാരണ വരും, റോഡിൽ ഇറങ്ങാൻ പറ്റാതെ വരും. മറ്റൊന്ന്, കേരള രാഷ്ട്രീയത്തിലെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോഴേ പണ്ട് പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനയുള്ളത്, പടച്ചവരെ രണ്ടാലൊരു ഉമറിനെ എൻ്റെ കൂടെ ആക്കണമെന്ന് പ്രാർത്ഥന. അതിൽ ശക്തനായ ഉമർ വന്ന്, ആ ഉമർ പ്രവാചകൻ്റെ കൂടെ വന്ന ശേഷമാണ് കുടത്തിൽ വാങ്ങിക്കൊടുത്തത്. ഇത് കുടമൊക്കെ മാറ്റി ഓപ്പണായത്. തങ്ങൾ ഇനിയിപ്പോൾ ഒന്നും ഭയപ്പെടാനില്ല, ഞാനും കൂടി തങ്ങളുടെ വർഷത്തല്ലേ, ധൈര്യമായിട്ട് ഓപ്പണായിട്ട് വാങ്ങിക്കൊടുത്തത്, ഓപ്പണായി തുടങ്ങി അങ്ങനെ ഓപ്പണായിട്ട് വാങ്ങിക്കൊടുത്തത്. അതുപോലെ മുസ്ലിം ലീഗിനെ മുസ്ലിം പേര് മാറ്റി ദേശീയ പേരിട്ടാൽ നിങ്ങൾക്കുള്ള താലിബത്തെ അംശം നിൽക്കണു. ഇപ്പൊ അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇന്നൊരു മഹാൻ പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി കൂടി ഇപ്പോഴും സമുദായ പേരോ അറബി നെയ്മൊന്നും ഇടരുത് എന്നൊക്കെ പറഞ്ഞു. അത് നല്ലതാണ്, അതൊരു പരിഷ്കരണമാണെന്നൊക്കെ ഒരു മഹാൻ പറഞ്ഞു, ചാനൽ മഹാൻ പറഞ്ഞു. ആ മഹാൻ പറഞ്ഞതിലേ ചിരിക്കുള്ളൂ. മഹാനെ അതല്ല, അങ്ങനെയൊക്കെ നാണക്കേണ്ടി പിന്നെ മുസ്ലിം എന്ന വാക്കേട് മാറ്റാൻ പാടില്ലേ? അത് നിങ്ങൾ പറയൂ.
നിങ്ങൾ ഏതൊരു സ്ഥലത്ത് മലബാരത്തിലെ പോയി അല്ല ഏതാണ് ഏത് സ്ഥലത്ത് സ്ഥാനാർത്ഥിയാൻ പോകണല്ലോ. ഇവിടെ പുനലൂർ സ്ഥാനാർത്ഥിയാൻ പോകുന്നുണ്ട് UDFന്റെ. ആ നിങ്ങൾക്ക് എങ്ങനെ UDF ബന്ധമുണ്ടെങ്കിൽ ആ തങ്ങളോട് കുഞ്ഞാക്കാനെ വിളിച്ച് പറയൂ, കുഞ്ഞാക്ക നമ്മുടെ മുസ്ലിം പേര് മാറ്റി ദേശീയതായിൽ വരൂ. അങ്ങനെയൊക്കെ ഇടവും സമുദായ സ്നേഹവും രാജ്യസ്നേഹവും സമൂഹ സ്നേഹവും. അല്ലാതെ ആരോ പറഞ്ഞ് അറബി നാം ഉപയോഗിക്കരുത്, അതൊക്കെ നല്ലതാണ്. എല്ലാം കള്ളന്മാരായി പോയി, എല്ലാം കള്ളന്മാരായി. സമ്പാദിക്കും, പേരുണ്ടാക്കുന്ന, സ്ഥാനമാനം കിട്ടും, ഏതൊരു സീറ്റ് കിട്ടും, നല്ലത്. എന്ത് പോളിസിയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടി? മുസ്ലിങ്ങളൊന്നും പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. എന്തുകൊണ്ട് മുസ്ലിം എന്ന പേര് മാറ്റണം എന്ന് പറയുന്നത്? ഈ മൊയ്തീൻ ഷാഹി ഗ്രൂപ്പും വർഷങ്ങളായിട്ട് മുസ്ലിം എന്ന പേര് പാർട്ടിയിൽ നിന്ന് അല്ല ജാതിയിൽ നിന്നല്ല മാറ്റുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല. ഇത് എത്ര സ്ഥലത്ത് കേട്ട് ലോകം മുഴുവൻ പോകുന്നുണ്ടല്ലോ. അമേരിക്ക വരെ എന്നെ ചിലർ വിളിക്കണ്ടല്ലോ, ചില മെസ്സേജ് വരുന്നുണ്ടല്ലോ. അപ്പോൾ കേൾക്കാത്തതുകൊണ്ടല്ല, മിണ്ടൂല്ല. ആ മുസ്ലിം ലീഗ് പറഞ്ഞ് ഉള്ള നക്കാപ്പിച്ച് വാങ്ങിച്ച് എങ്കിലും പ്രാവശ്യം ഭരണം കൂടാതെ അതൊരു കുഞ്ഞാക്കയുടെ കാലം കഴിയും, ലീഗ് തീരുന്നുള്ള. അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ശേഷം പ്രളയമല്ല, എനിക്ക് ശേഷം ലോകം നിലനിൽക്കണം, അങ്ങനെ ചിന്തിക്കണം. അതുണ്ടോ? എന്താ കാര്യത്തിൻ്റെ പോക്കെന്താണ്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അത് മനസ്സിലാക്കണ്ടേ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒരു വക്കീല്, ഒരു പബ്ലിക്കായിട്ട് പോട്ടെ, ഒരു വക്കീല് സന്നദ്ധ ലൈസൻസ് എടുത്ത് അല്ലെങ്കിൽ സന്നെടുത്ത് നടക്കുന്ന വക്കീല് ചെരുപ്പ് എറിയാൻ ആഗ്രഹിച്ചു പറഞ്ഞാൽ തെറ്റല്ലേ? എറിയുന്നേക്കാള് അത് എറിഞ്ഞു, അത് സെക്യൂരിറ്റി അതുകൊണ്ട് എത്തിയില്ല എന്നാ ഇന്നൊരു മഹാൻ പറഞ്ഞിട്ട്. അത് എറിഞ്ഞെങ്കിൽ ദേഹത്ത് കൊണ്ടില്ലല്ലോ എന്ന്. ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വെച്ചാൽ? ഇന്നിപ്പോൾ പറയേണ്ട ദൈവത്തെ തുല്യാണ്. അത്ര നമ്പർ 1 ആണ്. ഒരു പരിധിവരെ രാഷ്ട്രപതിയേക്കാൾ ഒപ്പം വേണമെങ്കിൽ ഒപ്പം ഒരു വീട് മുന്നിൽ നിൽക്കുന്നതാണ്. ആ ആൾക്ക് നേരെയാണ്. പക്ഷെ എന്താ, അദ്ദേഹം ദളിതനായിപ്പോയി. ദളിതനെ മറ്റേ എറിഞ്ഞവൻ സനാതന ധർമ്മമുള്ള സംഘപരിവാർ അനുഭാവിയായിപ്പോയി. അപ്പോൾ അവർക്ക് നിയമം ബാധകമല്ല. രാമനുഷ്യനും പശുക്കൾക്കും സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ രാജ്യം നന്നായി എന്നാണ്. അത് പറയില്ല, അവസാനത്തെ വാക്ക് പറയുള്ളൂ. ലോകസമത്വ സുഖം എന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പിൽ വാക്കുണ്ട്, അത് പറയുന്നില്ല. സനാതനധർമ്മവും ഈ സംഘപരിവാർ പറഞ്ഞാൽ പിന്നെ സംഘപരിവാർ എന്തിനാ പറയുന്നത്? അതൊക്കെ ഈ സവർണ ലോബി അല്ലെങ്കിൽ ബ്രാഹ്മണിക്ക് ലോബിയുടെ കഴിവിൽ ചതിവല്യത്. അല്ല, സംഘപരിവാർ പറഞ്ഞാൽ RS എത്രയോ പിന്നോക്ക ഹിന്ദുക്കളുണ്ട്, എത്രയോ ദളിതലുണ്ട്. ഒരു സംഘപരിവാർ മുഴുവൻ പറയേണ്ടത് ഒരു കാര്യം പറയില്ല. സംഘപരിവാരല്ല പറയേണ്ടത്, അതൊക്കെ നിങ്ങൾ തെറ്റാണ്. നിങ്ങൾ പറയേണ്ടത് ഒരുപടി സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗത്തിലെ ആ കുഴപ്പക്കാരാണ്. അത് എല്ലാവരും ഇല്ല. അത് ബ്രാഹ്മണിക്ക് ലോബിയാണ്, ബ്രാഹ്മിക്കൽ നേതാവ്. അവരെ നിങ്ങൾ പറയേണ്ടത്. അല്ല സംഘപരിവാറാണ്, BJP ആണ്, അല്ലെങ്കിൽ അതൊന്നും ഒരിക്കലും പറയരുത്. സംഘപരിവാറിൽ പിന്നൊക്കെ ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട്, ദളിതുണ്ട്. ആണ് സംഗതി. നിയമം നോക്കുത്തിയല്ലേ? എന്താ നടക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ മുഹമ്മദ് എന്താണ്, ഐ ലവ് മുഹമ്മദ് എന്ന്. അതിൻ്റെ പ്രത്യേകം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതെങ്കിലും അത് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ തെറ്റാണോ? അത് പറഞ്ഞതിൻ്റെ പേരിലും പ്രചരിപ്പിച്ചതിൻ്റെ പേരിലൊക്കെ അല്ലേ ഇപ്പോൾ അകത്ത് കിടക്കുന്നു, മറ്റേ പൊളിച്ചുകളഞ്ഞൊക്കെ. അത് കർണാടകയിലെ പോലീസ് ഓഫീസർ BJP നേതാവാണ്. ഇപ്പം അദ്ദേഹം പറയാണ് ഞാൻ അതിൽ അഭിമാനം കൊള്ളുമെന്ന്. വേറെ സംഘപരിവാർ നേതാവ് പറഞ്ഞത് തുപ്പാൻ പാടില്ലെന്നോ. എന്തൊക്കെയാണ് ഇന്ത്യ രാജ്യം? അതുകൊണ്ട് മമ്മൂട്ടി സാഹിബൊക്കെ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഇപ്പോഴും ഒരുപോലെ നിയമം ബാധകമല്ലെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഇനിയും അനുഭവിക്കും, നിങ്ങൾ ബുദ്ധിമുട്ടാകും. മനുഷ്യന് പണം ഉണ്ടെങ്കിൽ അത്യാവശ്യം കവിഞ്ഞ് പണം വന്നാൽ പിന്നെ ഒരു നമുക്ക് വിലപ്പെട്ട സാധനം നേരായ മാർഗത്തിൽ വാങ്ങിച്ചു പറയും. ഈ ഏജൻറ്റും ബ്രോക്കറെ പോയി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് ആലോചിച്ച് നോക്ക്, 3-4 പ്രാവശ്യം മറിഞ്ഞതല്ലേ ആ വണ്ടി? ഇന്ത്യയിൽ വന്ന് 3-4 പ്രാവശ്യം മറിഞ്ഞ് എല്ലാ ടാക്സും ഒക്കെ കൊടുത്താൽ നിങ്ങൾ വാങ്ങിയത് സത്യമാണ്. എന്നിട്ട് നിങ്ങൾ ചോദിക്കാന്ന് പറയുമ്പോൾ നിയമത്തെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ് മാറി നിൽക്കാനേ പറ്റുള്ളൂ. നിയമത്തെ വഴിക്കാണോ പോകുന്നത്? അല്ല. ഞാൻ ആദ്യം പറഞ്ഞത് പത്രക്കാരുടെ മുമ്പിൽ നിങ്ങൾ പറയണം നിയമത്തെ വഴി പോകട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്രക്കാർ ഉത്തരം പറഞ്ഞ് ഇറങ്ങും. പല പേടിച്ചോ അല്ലെങ്കിൽ പോകരുത്. കൂടുതൽ ഒത്താന്ന് വേണ്ട, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, നിയമത്തെ വഴിക്ക് പോകട്ടെ. പണ്ട് നരസിംഹറാവു പറഞ്ഞ പോലെ. ഇതാണ് അവസ്ഥ. രാഷ്ട്രീയമാണികൾ അത്ര കണ്ട് ജനങ്ങൾ ലോകം നശിച്ചത്, അത്ര കണ്ട് നശിച്ചു. അന്ന് ഫിറഔൻ അല്ലെങ്കിൽ
കംസൻ എന്ന രണ്ട് ഏതാ ഒരു അതുണ്ട്. അമ്മാവൻ്റെ എനിക്ക് പെങ്ങൾക്ക് എനിക്ക് കുട്ടി എനിക്ക് എന്നെ കൊല്ലാൻ നടക്കും എന്നുള്ള വിധി അനുസരിച്ച് അന്ന് ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ കൊന്നു വന്നില്ലേ? അങ്ങനെ 70,000 കുഞ്ഞുങ്ങൾ കൊന്നു പറഞ്ഞേ. അത് അന്ധകാലത്ത് ഏതാ ആയിരത്താണ്ട് മുമ്പ്. ഇതിപ്പോഴും കുഞ്ഞുങ്ങൾ മാത്രം എടുക്കാനില്ല, അത്ര എത്തിയിട്ടില്ല. എപ്പോഴും 10,000, 25,000, 30,000 ഇട്ടേ ഉള്ളൂ. ഇനിയും കിടക്കാണ് ബാക്കി. എന്ത് ന്യായീകരണം! ഒന്നും അറിയാത്ത കുഞ്ഞുമക്കളെ കോടിക്കണക്കിന് ഗുണമുള്ള വിമാനവും തോക്കും എന്താ പറയുക ബോംബൊക്കെ ഉപയോഗിച്ച് കൊല്ലുന്നതിൽ എന്ത് ന്യായടവുള്ളേ? അതിന് അനുകൂലിക്കുന്ന പേ പിടിച്ച ജനങ്ങളെ, ഞാൻ ഇന്ത്യക്കാരെ മാത്രമല്ല മൊത്തത്തിൽ പറയാണ്, ജനങ്ങളെ നിങ്ങൾക്ക് സത്യം അറിയോ? നിങ്ങൾ ആലോചിക്കുന്ന ചെങ്ങര എന്ന് പറഞ്ഞത് എന്നത് പട്ടിവൻ്റെ അടുത്താണ്. മുത്തൂറ്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടി 6 മണിയായപ്പോൾ ഉമ്മ വിളിച്ചു, മോനെ എഴുന്നേൽക്ക്. ഉത്തരവില്ല. മോനെ എഴുന്നേൽക്ക് ഇല്ല, മോനെ എഴുന്നേൽക്കില്ല. വീട്ടിൽ ചെന്ന് നോക്കിപ്പോൾ ആള് മരിച്ചെടുക്കാണ്, രാത്രിയിൽ മരിച്ചുപോയി. ആ കേസിനെ കുറിച്ച് ഞാനൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും റിസോർട്ടിലൊക്കെ ചില ആണുങ്ങൾ മരിച്ചു കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭവിഷ്യത്ത് വെച്ചാൽ ഈ വയാഗ്ര പോലെ സാധനമുണ്ട്, അത് സെക്സ് അപ്പീൽ കൊള്ളുന്നതാണ്. അത് ഡോക്ടർ സർട്ടിഫിക്കറ്റിനെ കഴിക്കാവുള്ളൂ. അതിന് ഡോസൊക്കെ കണക്കണം. ഇത് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം ബ്ലാക്കിൽ കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് റിസോർട്ടിൽ പോയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ താട്ടാനും നേരം വിളിക്കോളം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇതാണ് 1 2 കഴിക്കും. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർട്ട് പോവും. അത് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് കഴിച്ചിടും, അല്ലെങ്കിൽ കത്തിച്ചു കളയും. ഇപ്പം മക്കളെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ ബ്രദേഴ്സ് വളർത്തുമ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ശ്രദ്ധിക്കണം. ഏത് റിസോർട്ട് ആരുടെ കൂടെ പോകുന്നു, കൂടെ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയുണ്ട്. അങ്ങനെ എനിക്ക് അത് ചില കേസുകളുണ്ട്. അവർ ഈ സാധനം കഴിക്കും. ചില അറബികൾക്ക് വന്നു കഴിഞ്ഞാൽ 3-4 പോകുമ്പോഴല്ലോ അങ്ങനെ മരിച്ച കേസല്ലേ, രോഗിയൊക്കെ ആയിരിക്കും. അവന് ആവേശം കൊണ്ട് ഇതങ്ങൾ കഴിക്കും. കഴിച്ചുമ്പോൾ ശരിക്ക് ഹാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ സെക്സ് ചെയ്ത് കൂട്ടത്തിൽ എത്ര പേര് മരിക്കുന്നുണ്ട്, അറ്റാക്ക് വന്ന്. ഈ സെക്സ് ഒന്നും നിസ്സാര കാര്യമില്ല. ഞാൻ അതായത് മനുഷ്യ ശരീരത്തിൽ ഇന്ന് ഇത്രയും എക്സസൈസ് കിട്ടുന്ന ഒരു പ്രവൃത്തി വേറെ ഇല്ലടോ. പറയാണ് എൻ്റെ എല്ലാവരും കേൾക്കുമ്പോഴാണ്, സെക്സ് പോലെയുള്ള സ്ത്രീ പുരുഷ ബന്ധം പോലുള്ള ഒരു ഒരു എക്സസൈസ് ലോകത്ത് വേറെ ഒന്നിനും ഇല്ല. ഇത്രയും പറ്റൂല. അത് ന്യായമായ രീതിയിലും മര്യാദക്കും ശാസ്ത്രീയമായിട്ടും മിനിറ്റുകൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ചികിത്സയുടെ മരുന്നാണ്, എക്സസൈസാണ്. അത് മിസ്യൂസ് ചെയ്യുന്നതാണ്. അത് കിട്ടാൻ വേണ്ടി എമർജൻസി അല്ലെങ്കിൽ മറ്റേ വയാഗ്ര കഴിക്കുന്നതാണ്. അറ്റാക്ക് മൂലം പലരും മരിക്കുന്നുണ്ട്. ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി നിങ്ങൾ കുടുംബത്തെ പണിയിടില്ലേ? പറയാനുള്ളതാണ്. ഞാൻ വേറെ എത്ര പേര് ഇപ്പോൾ ദിവസം, ഇന്നലെ ഇപ്പോൾ എൻ്റെ ഒരു ബന്ധു, ഞാൻ കുറച്ച് വൈകി അറിഞ്ഞത്, വൈകിട്ട് എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യ തന്നെ 70-78 വയസ്സ് കാണും. ഇന്നലെ 8 മണിക്കായിട്ട് എന്തോ അസുഖം വന്ന് ഉടനെ മരിക്കുകയും ചെയ്ത്. ഇതിപ്പോൾ മണ്ണിൽ മറവ് ചെയ്ത് കഴിഞ്ഞു. അത്രേ ഉള്ളൂ മനുഷ്യ ജീവിതം. ഇതിരിക്കും ആകാം, നിങ്ങൾക്കും ആകാം, മമ്മൂട്ടിക്കും ആകാം, മോഹൻലാലിനും ആകാം, ദുൽഖറിനൊക്കെ ആകാം. മരണം ഏജൊന്നും പ്രശ്നമൊന്നുമില്ല മരണത്തിന്. എന്നിട്ട് മനുഷ്യ ആഗ്രഹങ്ങൾ ഇനിയും സിനിമയിൽ അഭിനയിച്ച് ഇനിയും പേരെടുക്കണം. ഇനി എന്ത് പേരെടുക്കാനാണ്? മനുഷ്യന് വേണ്ടത് പണം, പ്രതാപം, പേര്, പ്രശസ്തി, ഇത്തരം കാര്യങ്ങളല്ലേ. ഇതെല്ലാം മമ്മൂട്ടി ഇനി എന്ത് കിട്ടാനുള്ള, മോഹൻലാൽ എന്താ കിട്ടാനുള്ള? എന്നിട്ട് ഒരുമിച്ച് സിനിമ അഭിനയിക്കുന്നു, വേറെ ആർക്കും ഒരു അവസരം കൊടുക്കാതെ കോടികൾ മുടക്കി. എത്ര ചെറുപ്പക്കാർ ഫീൽഡ് വരുന്നുണ്ട്, അവർക്കൊരു അവസരം കൊടുക്കണ്ടേ? ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് ചോദിച്ചോ? അയ്യോ അവർക്ക് ദൈവങ്ങൾ, അവർക്ക് എതിരാൻ പാടില്ല, അവർ നമ്മുടെ ദൈവമാണ് എന്ന് പറയാം. അതൊന്നും അക്കാലവും പോയി. മോഹൻലാൽ ഇല്ലെങ്കിൽ ലോകം കറങ്ങും, മമ്മൂട്ടി ഇല്ലെങ്കിൽ ലോകം കറങ്ങും, ഒരു സംശയക്കാത്തില്ല. അവിടെ മമ്മൂട്ടിയോടും മോഹൻലാലും ഞങ്ങൾ വ്യക്തമായിട്ട് പറയാണ്, സ്നേഹത്തിന് ഭാഷപ്പാണ്, നിങ്ങൾ ഇനി അഭിനയം നിർത്തണം. ഏത് റോള് ചെയ്യാത്ത അത് മനുഷ്യന് മരിക്കോളം തീരില്ല. ആഗ്രഹം പൂർത്തിയായി ആരെങ്കിലും ലോകത്ത് മരിച്ചിട്ടുണ്ടോ? നമ്മുടെ വയലാർ പറഞ്ഞ പോലെ പ്രേമിച്ച് ഒതുങ്ങുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ? അതുണ്ടാവില്ല. നാളെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ വിശ്വസിക്കുമോ, 90 വയസ്സുള്ള എഴുന്നേൽക്കാൻ പറ്റാത്തൊരു വല്യമ്മ. ആ വല്യമ്മക്ക് പോലും സെക്സ് ആഗ്രഹമുണ്ടെന്ന് ഒരാൾ എന്നോട് പറഞ്ഞത്. ഞാനത് എതിർക്കുന്നില്ല. കാരണം അറിയുമോ, സിഗ്മണ്ട് ഫ്രോയിഡാണ് ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ. ലോകത്തുള്ളതിൽ അറിയപ്പെടുന്ന മനഃശാസ്ത്രം സിഗ്മണ്ട് ഫ്രോയിഡാണ്. ബാക്കിയുള്ള അധികം പേര് മനഃശാസ്ത്രമില്ല.
അദ്ദേഹത്തിന് പറയുന്നത് 6 മാസം പ്രായമുള്ള കുഞ്ഞിന് വരെ സെക്സ് അപ്പീൽ എടുത്താണ്. 6 മാസം പ്രായം കുഞ്ഞാണ്. അപ്പോൾ ഇത് 90 വയസ്സുള്ള അമ്മക്കും ഉണ്ടാവും. അതാണ് പണ്ടൊരു കാർന്നൂർ പറഞ്ഞില്ലേ, ഒരു അമ്മൂമ്മയെ 2 മക്കൾ കൂടി നടക്കാൻ പറ്റാതെ വലിയ കൊട്ടയിൽ തെറ്റി ചോന്നുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ഉപ്പുപ്പ വന്ന്, എന്താ മക്കളെ കൊട്ടയിൽ ഞങ്ങളുടെ ഉമ്മുമ്മയാണ്. ആട്ടെ ഉമ്മുമ്മ ഞങ്ങൾ കല്യാണം ചെയ്തെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ദേഷ്യം വന്ന് കൊട്ട താഴെ വെച്ച് ഉപ്പപ്പാനെ തല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഉമ്മുമ്മ ആ കൊട്ടയിൽ നിന്ന് പറയാണ്, വേണ്ട മോനെ പൂപ്പയുടെ ആശയിലെന്ന്. അപ്പോൾ ആ ഉമ്മുമാരാ അതൊക്കെ അന്ന് കേട്ടു. ഞാനത് വിശ്വസിച്ചു. ഇപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞവർക്ക് 90 വയസ്സായി എഴുതാക്കാൻ പറ്റാത്തവർക്ക് എന്താ പറയുക മരിക്കും. അത് ഈ മരിക്കുന്നവരെ ഇതുണ്ടാവും. അത്ര പ്രധാനപ്പെട്ടാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. അത് നല്ലൊരു ആറ്റം പോലെ നല്ല രീതിയിൽ ഉപയോഗിക്കുക, ചീത്ത രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, കാര്യങ്ങളെല്ലാം പോകുന്നത് വളരെ മോശമായ രീതിയിലാണ്, അതിൽ സംശയമില്ല. അപ്പോൾ പ്രൈം മിനിസ്റ്ററും നമ്മുടെ മമ്മൂട്ടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ചുകൂടി ഒതുങ്ങുക, ജനങ്ങൾ പറയിപ്പിക്കാതെ. ഇനി നിങ്ങളുടെ അഭിനയം കൊണ്ട് മാത്രം ലോകം നിലനിൽക്കൊന്നുമില്ല, ലോകം അല്ലെങ്കിൽ കറങ്ങിക്കോളും. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.